മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ NIA ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. റാണയെയും ഹെഡ്ലിയെയും നന്നായി അറിയാവുന്ന ഒരാളെ കൂടി ഒപ്പം ഇരുത്തിയാണ് ഇന്ന് ചോദ്യം ചെയ്തത്. റാണ കൊച്ചിയിലെത്തിയത് എന്തിനെന്നും NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ജോയ്സ് ഡാനിയൽ ഉണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ജോയ്സ് ഡാനിയൽ, ഗുഡ് ഈവനിങ് ജോയ്സ് ഡാനിയൽ. ഇന്നും NIA ചോദ്യം തുടരുകയാണ്. റാണയുടെ പല മൊഴികളും NIA പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. റാണയും ഹെഡ്ലിയെയും കൂടി അറിയാവുന്ന മൂന്നാമതൊരാളുടെ സാന്നിധ്യവും ഇന്ന് NIA ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമുക്കറിയേണ്ട പ്രസക്തമായ ചോദ്യങ്ങളിലൊന്ന്, കൊച്ചിയിൽ എന്തിന് റാണ എത്തി? കൊച്ചിയിൽ ആരാണ് ഈ റാണയുടെ ബിനാമി എന്നതാണ്. അക്കാര്യത്തിലേക്ക് എന്തെങ്കിലും സൂചനകളിലേക്ക് എത്തിയോ? അരുൺകുമാർ, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതിയായി ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് ഇന്നും NIA തുടർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരം നൽകാൻ തഹാവൂർ റാണ തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, ഇതിന്റെ മുഖ്യ ആസൂത്രകൻ താനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തഹാവൂർ റാണയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ ആസൂത്രകനായ ഹെഡ്ലിയും നേരിട്ടറിയാവുന്ന ഒരാളെ കൂടി, ഒരു സാക്ഷിയെ കൂടി കൂടിയിരുത്തിക്കൊണ്ടാണ് ഇന്ന് NIA ചോദ്യം ചെയ്തത്. പ്രധാനമായും 2007 മുതൽ റാണയും ഹെഡ്ലിയുമായി ബന്ധമുള്ള അയാളെ കൂടി ഇരുത്തിക്കൊണ്ട് ചില ചോദ്യങ്ങൾ NIA ചോദിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതിനൊപ്പം തന്നെ റാണയും ഹെഡ്ലിയും തമ്മിൽ സംസാരിച്ച ഫോൺ റെക്കോർഡുകളുടെ അടക്കം തെളിവുകൾ പക്കലുണ്ട് എന്ന കാര്യം NIA വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. റാണയും ഹെഡ്ലിയും തമ്മിൽ 231 തവണയാണ് ഫോണിലൂടെ സംസാരിച്ചിരിക്കുന്നത്. മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിർണായകമായ തെളിവ് ആണിപ്പോൾ NIAയുടെ കയ്യിലുള്ളത്. അതിനി ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി റാണയുടെ ഒരു ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ ഇപ്പോൾ NIA തീരുമാനിച്ചിട്ടുണ്ട്. ശബ്ദ സാമ്പിളുകൾ അയച്ച ശേഷം ആ ശബ്ദ സാമ്പിളുകളും ഒപ്പം തന്നെ ഈ ഫോൺ റെക്കോർഡുള്ളതും ഒന്നാണ് എന്ന് തെളിയിക്കാൻ NIAക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ കേസിനെ സംബന്ധിച്ച് ഒരു വലിയ വഴിത്തിരിവ് തന്നെയാണ്. അതുകൊണ്ട് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നീക്കവും ഇപ്പോൾ NIAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തെളിവുകളും സമാഹരിക്കാനാണ് NIAയുടെ നീക്കം. താങ്ക് യു ജോയ്സ് ഡാനിയൽ. ജോയ്സ് ഡാനിയലാണ് വിവരങ്ങൾ നൽകിയത്.